നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ടോളൂ. സത്യ ഏട്ടാ, ഏട്ടന് ഏട്ടത്തി ഓർത്ത് ടെൻഷൻ വേണ്ട. ഏട്ടന്റെ കയ്യിലെന്തോ തെളിവുകളുണ്ടെന്ന് ഏട്ടത്തി പറഞ്ഞു. അതെ, എല്ലാ തെളിവുകളും ഉണ്ട്. ഏട്ടാ, ഇത്രയും കാര്യങ്ങൾ കയ്യിലുണ്ടായിരുന്നിട്ടും ഏട്ടനെന്താ ഞങ്ങളോട് ഇതുവരെ ഒരു വാക്കും പറയാതിരുന്നത്? അത് ഞാൻ വീട്ടിൽ ക്യാമറ വെച്ച കാര്യം അനുവിനോട് പോലും പറഞ്ഞത് കഴിഞ്ഞ ദിവസം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഉടനെ പോയി വിനയനെ കാണണം. കിച്ചണിലെ ക്യാമറ ചെക്ക് ചെയ്യാൻ അവൻ വീട്ടിൽ വന്ന് കാണണം. എന്നെ അവൻ വിളിച്ചിരുന്നു, പക്ഷേ ഫോൺ പോലീസ് പിടിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പുറത്തെ ക്യാമറ ചെക്ക് ചെയ്തതിൽ എന്തെങ്കിലും ഒരു സൂചന? പക്ഷേ അത് വെച്ചൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല. കിച്ചണിലെ ദൃശ്യങ്ങൾ കൂടി കിട്ടിയിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ വേഗം പോ. വിനയനെ ആ പഴയ നമ്പറിൽ വിളിച്ചാൽ കിട്ടുമായിരിക്കും അല്ലേ? ഇല്ല സത്യം, അവനിപ്പോൾ പുതിയൊരു നമ്പർ ഉപയോഗിക്കുന്നത്. അതെൻ്റെ ഫോണിലുണ്ട്, പക്ഷേ പോലീസുകാർ തരില്ല. അതൊന്ന് ചോദിച്ചു നോക്കാം എന്തിനാ? വേണ്ട ശ്യാം, നമ്മൾ ആരുടെയെങ്കിലും സഹായം തേടണമെന്ന് തോന്നിയാൽ പോലീസ് അത് ബ്ലോക്ക് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് പോയി വിനുവിനെ നേരിൽ കാണാൻ നോക്ക്. അതാ നല്ലത്. ശരി, നമുക്ക് പോവാൻ ശ്യാം. ഞങ്ങൾ വിനയനെ കണ്ടെത്തി എല്ലാം ചെയ്തിരിക്കും ഏട്ടാ. എന്തിനേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ശരി, ചെല്ല്. സാർ, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. അവിടെ ഇരിപ്പുണ്ട്, എടുത്ത് കുടിച്ചോളൂ. ഹലോ, പോലീസ് സ്റ്റേഷൻ. സർ, ഒരു ഫുഡ് പോയിസൺ ഉണ്ടായ സംഭവത്തില് ഇന്ദ്രൻ എന്നൊരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലേ? ഉണ്ടല്ലോ, അയാൾ ഇവിടെ ഉണ്ട്. എന്താ കാര്യം? നിങ്ങൾ ആരാ? ഞാൻ അവിടെ കസ്റ്റഡിയിലുള്ള ഇന്ദ്രന്റെ നെയ്ബറാ. ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടി വിളിച്ചതാ. എന്ത് ഇൻഫർമേഷൻ? ഇൻസ്പെക്ടർ എന്ന് ലൈനിൽ കിട്ടുമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്പർ തന്നാലും മതി. ശരി, നമ്പർ തരാം. നമ്പർ നോട്ട് ചെയ്തു. ആന്റി, നമ്പർ നോട്ട് ചെയ്തു. പറഞ്ഞു സാർ, നമ്പർ പറഞ്ഞു. ഹലോ, നമസ്കാരം സാർ. ഞാനിപ്പോ സ്റ്റേഷനിൽ വിളിച്ചിരുന്നു. അവിടുന്ന് സാറിന്റെ നമ്പർ വാങ്ങിയത്. ശരി, കാര്യം പറയൂ. സാർ, പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞ ഇന്ദ്രന്റെ ഭാര്യ അനുപമ അവളുടെ സ്വന്തം വീട്ടിലുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇന്ദ്രന്റെ അനിയൻ സത്യൻ അനുപമയും കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു സാർ. അനുപമയുടെ അച്ഛൻ അവളെ സുരക്ഷിതമായ മറ്റെങ്ങോട്ടെങ്കിലും ഉടനെ മാറ്റാനിടയുണ്ട്. ഇപ്പൊ പോയാ സാറിന് അനുപമയെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഒന്ന് പറയൂ. ഹലോ ഹലോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഹലോ.